ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു റാൻസ് ലേണിംഗ് പോർട്ടൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഷാഫിസാറാണ്. അപ്പോൾ ഇന്ന് ഒരു വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കുട്ടികളുടെ സംശയമുണ്ട്. ആ സംശയങ്ങൾക്ക് ഒരു മറുപടി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതായത്, സാറേ, ഞങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് 8ാം ക്ലാസ്സിലുള്ള ഞങ്ങളുടെ ക്ലാസ്സിലുള്ള ഒരുപാട് കുട്ടികൾ ഫെയിലിയർ ആയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഇപ്പം എന്ത് ചെയ്യുന്നുണ്ട്, വെക്കേഷൻ ക്ലാസ് ഒക്കെ വെച്ചുകൊണ്ട് അവരെ പാസ്സാക്കാനുള്ള ഒരു കഠിന ശ്രമം സ്കൂളുകളിൽ നടക്കുന്നുണ്ട്. അവർ പാസ്സായി 9ാം ക്ലാസ്സിൽ എത്തിക്കഴിഞ്ഞാൽ, സാറേ, ഞങ്ങളൊക്കെ ഇപ്പോൾ 9ാം ക്ലാസ്സിൽ എത്തിയിട്ടുണ്ട്. ഇനി ഞങ്ങൾ 9ാം ക്ലാസ്സും ഇതുപോലൊരു പരാജയം ഉണ്ടാവുമോ എന്ന് പണ്ട് ഉണ്ടായിരുന്ന ഒരു സിസ്റ്റമാണ് ഇതൊക്കെ. അതായത് 5ൽ തോൽക്കും, 6ൽ തോൽക്കും, 7ൽ തോൽക്കും, 8ൽ തോൽക്കും, അല്ലേ? ഇങ്ങനൊരു സിസ്റ്റം പണ്ട് ഉണ്ടായിരുന്നു. പിന്നെ അത് എടുത്തു വെച്ചു ഗവൺമെന്റ്. തിരിച്ച് വീണ്ടും വന്നിട്ടുണ്ട് ആ സിസ്റ്റം. ഇപ്പൊ 8ാം ക്ലാസ് വരെയാണ് ഫെയിലിയർ ഉണ്ട്, അല്ലേ? ഇനി അടുത്ത വർഷം, അതായത് നിങ്ങൾ ഇപ്പോൾ 9ാം ക്ലാസ്സിലല്ലേ, നിങ്ങൾക്ക് മിനിമം മാർക്ക്, അതായത് 80ൽ നിങ്ങൾക്ക് അറിയുന്നത് പോലെ 80ൽ മിനിമം നിങ്ങളുടെ മാർക്ക് എന്ത് ചെയ്യണം, കിട്ടൽ നിർബന്ധമാണ്. 80ലുള്ള നിങ്ങളുടെ മിനിമം മാർക്കും, അതുപോലെ നിങ്ങൾക്ക് 40ലുള്ള എക്സാം ആണെങ്കിൽ 12 മാർക്കും, അല്ലെ? 80ൽ 24 മാർക്കും കിട്ടൽ നിർബന്ധമാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ 9ാം ക്ലാസ്സിൽ ഫെയിൽ ആവുക തന്നെ ചെയ്യും. എല്ലാവരും പറയില്ലേ, 9ാം ക്ലാസ്സിൽ ഫെയിൽ ആവില്ല, ഡയറക്റ്റ് 10ാം ക്ലാസ്സിലേക്ക് കയറുമെന്നൊക്കെ എല്ലാവരും പറഞ്ഞിരുന്നു. ആ സിസ്റ്റം ഗവൺമെന്റ് പോളിസി മാറ്റിയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ 9ാം ക്ലാസ്സിൽ ഫെയിൽ ആവും. ഇപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഈ 24 മാർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടാൽ വീണ്ടും 9ാം ക്ലാസ്സിൽ ഇരിക്കേണ്ടി വരും. അതായത് 10ാം ക്ലാസ്സിലെ കുട്ടികൾ, അല്ലെ, 9 കഴിഞ്ഞ് 10ാം ക്ലാസ്സിൽ കയറിയ കുട്ടികളൊക്കെ അവിടുത്തെ 10ന്റെ ഓരോരോ കാര്യങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾ വീണ്ടും 9ാം ക്ലാസ്സിലെ ഇരിക്കേണ്ടി വരുന്ന ഒരു പിന്നെ സഹിക്കാൻ പറ്റാത്ത ഒരു മാനസികമായിട്ടുള്ള ഒരു സമ്മർദ്ദം നമ്മൾ കയറി വരാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോഴേ പഠനം എന്ത് ചെയ്യണം എന്നറിയോ, തുടങ്ങിയേ പറ്റൂ. നിങ്ങൾ ഇപ്പോഴേ പഠനം തുടങ്ങണം. നിങ്ങൾ എന്തിന് കാത്തിരിക്കണം? ആർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്? മിനിമം മാർക്ക്, അതായത് 30% മാർക്ക് നിങ്ങൾക്ക് നിർബന്ധമാണ്. ഇത് അറിയാത്ത ഒരുപാട് കുട്ടികളുണ്ട്. അതായത് 9ാം ക്ലാസ് എങ്ങനെയെങ്കിലും പാസ്സായിക്കോളും. അങ്ങനെ എങ്ങനെയെങ്കിലും പാസ്സാവൂല. നന്നായിട്ട് റിസ്ക് എടുത്ത് ബുദ്ധിമുട്ടായെങ്കിൽ മാത്രമേ എന്താവൂ, പാസ്സാവൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക്, അല്ലേ, ചില സമയത്ത്, സാറേ, ഞങ്ങൾക്ക് ഇനിയിപ്പോൾ ഏതായാലും ഇപ്പോൾ 8ാം ക്ലാസ് ഒക്കെ ഇനി പാസ്സായി 9ാം ക്ലാസ്സിലൊക്കെ എത്തിയിട്ടുണ്ട്, ഞങ്ങൾക്ക് ഇനി അങ്ങനത്തെ ഒരു ഫെയിലിയർ ഉണ്ടാവരുത്, ഞങ്ങൾക്ക് ഞങ്ങളുടെ ബേസിക്കും ഫൗണ്ടേഷനൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് പോകണം. അതുകൊണ്ട് മക്കളെ, നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങളുടെ കൂടെ റാൻസ് ഉണ്ട്. ഞാനും എൻ്റെ ഫുൾ ടീമും റാൻസ് നിങ്ങളുടെ കൂടെ കട്ടക്കുണ്ട് മക്കളെ. നിങ്ങൾക്ക് റാൻസിന്റെ 9th ക്ലാസ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ആപ്പ് ഉണ്ട്. നമ്മുടെ ആപ്പിൽ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഒരു ട്യൂഷൻ, ഓൺലൈൻ ട്യൂഷൻ, നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് വേണ്ട ഒരു കറക്റ്റ് ക്ലാസ്, നിങ്ങൾക്ക് വേണ്ട ആറ്റി കുറുക്കി വെച്ചിട്ടുള്ള നിങ്ങളെ പാസ് മാർക്കിന്റെ അങ്ങേപ്പുറത്തേക്ക് അല്ലേ, ഫുൾ മാർക്ക് മേടിച്ചു തരാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മുടെ ഫാക്കൽറ്റി മെമ്പേഴ്സ് നിങ്ങൾക്ക് എടുത്തു തരുന്നുണ്ട്. നിങ്ങൾക്ക് അറിയുന്ന, നിങ്ങളുടെ പരിചയമുള്ള അധ്യാപകർ, ഓഫ്ലൈനിൽ ഒരുപാട് പരിചയസമ്പന്നരായിട്ടുള്ള അധ്യാപകരാണ് നിങ്ങൾക്ക് എടുത്തു തരുന്നത്. അപ്പൊ സോ മക്കളെ, എന്തിനി കാത്തിരിക്കണം? റാൻസിന്റെ 9th ഈ ഒരു ബാച്ച് നിങ്ങളുടെ മുന്നിലുള്ള സമയത്ത് നിങ്ങൾ എന്തിന് കാത്തിരിക്കണം? അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയും നമ്മുടെ ഈ 9th ക്ലാസ്സിന്റെ കോഴ്സ് പർച്ചേസ് ചെയ്യാത്തവരാണോ നിങ്ങളെങ്കിൽ ഒന്ന് പർച്ചേസ് ചെയ്തോളൂ. നിങ്ങളുടെ ബേസിക് മുതൽ നമ്മൾ എന്ത് ചെയ്യാണ്, ക്ലിയർ ചെയ്തു തരാൻ വേണ്ടി പോവാണ് മക്കളെ. അപ്പൊ നോ ടെൻഷൻ, റാൻസിന്റെ കൂടെ നിങ്ങൾ നിന്നോളൂ. നിങ്ങളുടെ മിനിമം മാർക്ക് നിർബന്ധമാണെന്ന് പറയുന്ന ഈ ഒരു കാര്യം ഒരുപാട് ഫ്രണ്ട്സിന് അറിയില്ല. മാക്സിമം ഈ വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് എന്ത് ചെയ്യുക, എത്തിച്ചു കൊടുക്കുക. കോഴ്സിന്റെ ഡീറ്റെയിലുമായിട്ട് ഞാൻ മറ്റൊരു വീഡിയോയിൽ നിങ്ങൾക്ക് വരാം. താങ്ക് യു വെരി മച്ച്.